പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, 19-ാം അധ്യായം 30-ാം വാക്യം. വേഷം, ചിരി, നടപ്പ് എന്നിവ ഒരു മനുഷ്യൻ്റെ സത്വം വെളിപ്പെടുത്തുന്നുവെന്ന്. വേഷം, ചിരി, നടപ്പാണ് ഒരു മനുഷ്യനെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണെന്ന് ബൈബിൾ പറയുന്നത്. എന്നാൽ ഇന്ന് വേഷം കണ്ടോ, ചിരി കണ്ടോ, നടപ്പ് കണ്ടോ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം ധരിക്കരുതെന്ന്. എന്നാൽ ഇന്നത് നമ്മൾക്കത് നേരെ വിപരീതമാണ് കാണുന്നത്. അതുകൊണ്ട് വേഷം കണ്ട് ആരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് മൂന്നും കുറിച്ച് ധ്യാനിച്ചപ്പോൾ ഈശോ തന്നൊരു ചിന്ത ഇങ്ങനെയാണ്. ഈ 3 കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഈ നോമ്പ് ദിനങ്ങളിൽ തരുന്ന സന്ദേശവും. ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം. ഇതിലൂടെയെല്ലാമാണ് ഒരു ക്രിസ്ത്യാനിയെ മനസ്സിലാക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും ഈ 3 പുണ്യങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. നീ ക്രിസ്തുവിനെ ധരിക്കണമെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമാക്കാർക്കെതിരെ ലേഖനം 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, പ്രത്യുത ക്രിസ്തുവിനെ ധരിക്കുവിനെന്ന്. ക്രിസ്തുവിനെ ധരിക്കലായിരിക്കണം വേഷമെന്ന് പറയുന്നത്. അതിലൂടെ ക്രിസ്തുവിനെ, ഞാൻ നടന്നു പോകുമ്പോൾ എന്നിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന മറ്റാരെയോ മറ്റെന്തൊക്കെയോ ആണ്. ആത്മീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ ധരിക്കുന്നതായിരിക്കണം നമ്മുടെ എല്ലാം വേഷങ്ങൾ. അതിനുവേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്. ചിരിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ചിരി കണ്ടാൽ ആരെയും നമുക്ക് മനസ്സിലാകില്ല. കാരണം അനേകതരം ചിരികളുണ്ട്. നമ്മുടെ നേരെ നോക്കി നിന്ന് ചിരിച്ചിട്ട് പുറകെ മാറി നിന്ന് കൊഞ്ഞനം കുത്തുന്ന ചിരികളുമുണ്ട്. വക്രതയുള്ള ചിരിയുണ്ട്. അതുകൊണ്ട് ചിരിയെ കൊണ്ട് നമുക്കൊരു മനുഷ്യനെ വിലയിരുത്താനാവില്ല. അപ്പോൾ വചനത്തിന് തെറ്റുപറ്റിയതാണോ? ഒരിക്കലുമല്ല. വചനം സത്യമാണ്. വചനം ഈശോയാണ്, ദൈവമാണ്. അത് നമ്മളെ ബൈബിൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1. അതുകൊണ്ട് വചനത്തിന് തെറ്റുപറ്റിയിട്ടില്ല. പക്ഷെ പറ്റിയിരിക്കുന്നത് നമുക്കാണ്. നമ്മുടെ ചിരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? പുഞ്ചിരിയിലൂടെ അനേകം ആത്മാക്കളെ നേടിയ വിശുദ്ധ അൽഫോൻസയുള്ള നാടാണ് കേരളം. അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഒത്തിരി വേദനയോടെ കിച്ചണിലെ ജോലിയും കഴിഞ്ഞ് തളർന്നു വന്ന ഒരു ബാല്യക്കാരി സ്ത്രീയെക്കുറിച്ച്. ഒത്തിരി വിഷമതയോടുകൂടിയാണ് കടന്നു വന്നത്. എന്നാൽ അൽഫോൻസാമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, അൽഫോൻസാമ്മ രോഗശൈലിയിലാണ്, വേദന കടിച്ചു തിന്ന് ജീവിച്ചൊരു വ്യക്തിയാണ്. ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ എൻ്റെ വേദനയെല്ലാം എവിടെ പോയെന്ന് അറിയില്ല അമ്മേ എന്ന് പറഞ്ഞൊരു ജീവിതമുണ്ട് നമുക്ക്. അങ്ങനെയുള്ള ചിരിയാണോ എനിക്കും നിനക്കുമുള്ളത്? അവിടെയാണ് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഒക്കെ വരുന്നത്. കൂടാതെ നടപ്പ്, നിൻ്റെ വഴികൾ, നീ നടക്കുന്ന രീതികൾ, ബാഹ്യമായ കാര്യങ്ങളല്ല ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. നീ പാപം ചെയ്യാൻ വേണ്ടിയാണോ നിൻ്റെ പാദങ്ങൾ ഉപയോഗിക്കുന്നത്? ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നിൻ്റെ പാദങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ. നിൻ്റെ നടപ്പ്, വചനപ്രകാരം പറയുന്നുണ്ട് 119-ാം സങ്കീർത്തനം 105-ാം വാക്യത്തിൽ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന്. ഓർക്കുന്നു, പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു ഐസക് ഏട്ടനുണ്ട്. സരിത സവിത സംഗീത എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു ഐസക് ഏട്ടൻ. ധ്യാനമൊക്കെ കൂടി ഈശോയിലേക്ക് വന്ന സമയത്ത്, അല്ലെങ്കിൽ എപ്പോഴും ഏകദേശം ആരുടെയെങ്കിലും അനുവാദം ചോദിച്ച് കയറുന്നതാണ് തിയേറ്ററിൽ. ധ്യാനം കൂടി വചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി മാറിയപ്പോൾ തിയേറ്ററിലേക്ക് പോകാൻ തോന്നുമെങ്കിലും കയറാതെ പോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്നല്ല, പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത്. അങ്ങനെ ആകണം. വചനമായിരിക്കണം പാദങ്ങൾക്ക് വിളക്ക്. അങ്ങനെയുള്ളവൻ്റെ നോമ്പ് ജീവിതം വളരെ ഫലവത്താവും. കാരണം വചനമാണ് നമുക്ക് ചിന്തിക്കുവാൻ, നമ്മളെ മാറ്റാൻ നമുക്ക് കണ്ണാടിയായിട്ട് ദൈവം തന്നിരിക്കുന്നത്. ആ കണ്ണാടിയെ നോക്കിയാണ് നമ്മുടെ മുഖം എനിക്കേണ്ടത്. വചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്.
എത്രയോ മണിക്കൂറുകൾ കണ്ണാടിയുടെ മുമ്പിൽ ചെലവഴിക്കുന്നവരാണ് നാം എല്ലാം. എന്നാൽ വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കാറുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പയെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വാട്സപ്പ് നോക്കുന്ന സമയത്തിൽ 3 മിനിറ്റെങ്കിലും വചനമൊന്ന് വായിച്ചിരുന്നെങ്കിലെന്ന്. ആ വചനത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ സത്വം എന്ന് പറയുന്നത്, വേഷം, ചിരി, നടപ്പാണെന്ന്. ഇതെല്ലാം നമുക്ക് ആത്മീയമായിട്ടെടുക്കാം. ബാഹ്യമായിട്ടുള്ള വേഷമോ ബാഹ്യമായിട്ടുള്ള ചിരിയോ ബാഹ്യമായിട്ടുള്ള നടപ്പുമല്ല ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. നിൻ്റെ ആത്മീയ മനുഷ്യൻ എന്തു വേഷമാണ് ധരിച്ചിരിക്കുന്നത്? നിൻ്റെ ആത്മീയ മനുഷ്യൻ്റെ ചിരി എങ്ങനെയാണ്? ഒരാത്മാവിനെ നേടാനുള്ളതാണോ? നേടുന്നതാണോ? നിൻ്റെ നടപ്പ് വിശുദ്ധിയിലൂടെയാണോ? സ്നേഹത്തിലൂടെയാണോ? ആ സ്നേഹത്തിലേക്ക് അവരിനെയും ചേർത്ത് നിർത്തുന്നുണ്ടോ? അതായിരിക്കട്ടെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും, ഒരു പടിയെങ്കിലും നമ്മളെ മാറ്റേണ്ടതും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.